നമസ്കാരം. എരഞ്ഞോളി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൂടെ അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന് തുറന്നടിച്ച പ്രദേശവാസിനിയായ സീനയുടെ വീടിന് പോലീസ് സുരക്ഷയൊരുക്കി. ആക്രമണ സാധ്യത തിരിച്ചറിഞ്ഞാണ് ഇത്. സീനയ്ക്കെതിരെ CPM അതിശക്തമായി പ്രതികരിച്ചിരുന്നു. ദൃശ്യമാധ്യമങ്ങളിലൂടെ സീന നടത്തിയ വെളിപ്പെടുത്തലുകൾ വിവാദമായതിനെ തുടർന്നാണ് സുരക്ഷ. തൻ്റെ വീടിന് നേരെ ബോംബെറിയാനോ തന്നെയും കുടുംബാംഗങ്ങളെയും ആക്രമിക്കാനും സാധ്യതയുണ്ടെന്ന് സീന കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ചാനൽ ചർച്ചകളിൽ തുറന്നു പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് CPM സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ നിന്നും ഇവർക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. സീനയെ എതിർ പാർട്ടിയെ ചിത്രീകരിക്കാനും അവരെ ഒറ്റപ്പെടുത്തി അവഹേളിക്കാനുമുള്ള ശ്രമങ്ങളാണ് CPM സൈബർ കേന്ദ്രങ്ങൾ നടത്തുന്നത്. സ്ഫോടനം നടന്ന എരഞ്ഞോളി പഞ്ചായത്ത് ഓഫീസിന് സമീപം കോൺഗ്രസ് BJP കേന്ദ്രമാണെന്നാണ് പാർട്ടി ഉയർത്തുന്ന വാദം. ഇതിനിടെ പാർട്ടി ചാനലിലൂടെ സീന എന്ന യുവതി ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളി പ്രദേശവാസികളായ സ്ത്രീകൾ രംഗത്തെത്തി. ആദ്യമായാണ് ഈ പ്രദേശത്ത് സ്ഫോടനം ഉണ്ടാകുന്നതെന്നും മുൻപും ബോംബ് കണ്ടെത്തിയിട്ടുണ്ടെന്ന ആരോപണം ശരിയല്ലെന്നും പ്രദേശവാസികൾ പ്രതികരിച്ചു. സ്ഫോടനമുണ്ടായ സ്ഥലത്ത് ഷാഫി പറമ്പിൽ MLA സന്ദർശനം നടത്തുന്ന സമയത്തായിരുന്നു സീന എന്ന യുവതി മാധ്യമങ്ങൾക്ക് മുൻപായി CPMനെതിരെ ആരോപണം ഉന്നയിച്ചത്. പ്രദേശത്ത് ഒഴിഞ്ഞ വീടുകളിലെല്ലാം പാർട്ടിക്കാർ ബോംബ് നിർമ്മിക്കുന്നുണ്ട് എന്നായിരുന്നു ആരോപണം. എന്നാൽ ഈ ആരോപണം രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണെന്നും ഇല്ലാക്കഥകളാണ് സീന പറഞ്ഞതെന്നും CPM അനുകൂലികളായ വനിതകൾ പറഞ്ഞു. കോൺഗ്രസുകാരുടെയും RSSകാരുടെയും വീടുകളുള്ള സ്ഥലത്ത് നടന്ന സ്ഫോടനം CPMന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ഏരിയ കമ്മിറ്റി അംഗവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ AK രമ്യ പറഞ്ഞു. ഇവിടെ വീടുകളിൽ നടന്ന ബോംബ് സ്ഫോടനങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ടെന്നും AK രമ്യ പറഞ്ഞു. തലശ്ശേരി ACP ഷെഹൻഷായുടെ നേതൃത്വത്തിലാണ് പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് എരഞ്ഞോളി കുടക്കളത്ത് വേലായുധൻ എന്ന 85കാരൻ കൊല്ലപ്പെട്ട കേസ് പോലീസ് അന്വേഷിക്കുന്നത്. ബോംബുകൾക്കായി പോലീസ് റെയ്ഡ് നടത്തി വരികയാണ്. കണ്ണൂരിൽ ബോംബ് രാഷ്ട്രീയം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ജില്ലയിലെ പല മേഖലകളിലുമുള്ളത്. CPM പ്രവർത്തകരിൽ ചിലർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നതാണ് പാർട്ടി ഗ്രാമങ്ങളിൽ സംഭവിക്കുന്നത്. എരഞ്ഞോളിയിൽ ഇരു വിഭാഗവും തമ്മിൽ മാസങ്ങൾക്ക് മുൻപ് തെയ്യപ്പറമ്പിൽ നടന്ന ഏറ്റുമുട്ടലാണ് ബോംബ് നിർമ്മാണത്തിലേക്ക് എത്തിയതെന്നാണ് പോലീസിന് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഇതിനുശേഷം ഇവിടെ ഗ്യാങ് വാർ ഉണ്ടായി ചിലർക്ക് പരിക്കേറ്റിരുന്നു. ഇതിന് തിരിച്ചടിക്കാനാണ് ബോംബ് സൂക്ഷിച്ചതെന്നും സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്നുമാണ് പോലീസ് നൽകുന്ന സൂചന. പാനൂർ മുളിയത്തോടിലും ബോംബ് സ്ഫോടനത്തെ തുടർന്ന് CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു. ഇത് ഇരു സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ ഭാഗമാണെന്നാണ് അന്ന് CPM വിശദീകരിച്ചിരുന്നത്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം കണ്ണൂരിൽ വീണ്ടും ബോംബ് പൊട്ടിയപ്പോൾ ചിതറിയത് നിരപരാധിയായ വൃദ്ധന്റെ ജീവിതമാണ്. വീടിനോട് ചേർന്ന ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ പെറുക്കാൻ പോയപ്പോഴായിരുന്നു എരഞ്ഞോളി കുടക്കുളത്ത് ആയനാട്ട് വേലായുധൻ എന്ന 85കാരൻ സ്റ്റീൽ ബോംബ് പൊട്ടി കൊല്ലപ്പെട്ടത്. തലശ്ശേരി, പാനൂർ, കൂത്തുപറമ്പ്, ചൊക്ലി മേഖലകളിലെ ആളൊഴിഞ്ഞ പറമ്പുകളിലും കുറ്റിക്കാടുകളിലും വീടുകളിലും ബോംബ് നിർമ്മാണം നിർബാധം തുടരുന്നതിന് തെളിവാണ് എരഞ്ഞോളിയിലെ ദാരുണ സംഭവം. എതിരാളികളെ ലാക്കാക്കി നിർമ്മിക്കുന്ന രാഷ്ട്രീയ ബോംബുകൾക്ക് ഇരകളാകുന്നത് പലപ്പോഴും ഒന്നും അറിയാത്ത മനുഷ്യരാണെന്ന് മാത്രം. അതിൽ കുട്ടികളും അതിഥി തൊഴിലാളികളും സ്ത്രീകളുമുണ്ട്. 1998 സെപ്റ്റംബർ 25-ന് തലശ്ശേരി കല്ലിക്കണ്ടി റോഡരികിൽ നിന്ന് കിട്ടിയ സ്റ്റീൽ പാത്രം തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചാണ് അമാവാസി എന്ന തമിഴ് നാടോടി ബാലന് ഗുരുതര പരിക്കേറ്റത്. അമാവാസിയുടെ വലതു കണ്ണും ഇടതു കൈയും നഷ്ടപ്പെട്ടിരുന്നു. 2000 സെപ്റ്റംബർ 27-ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ദിനത്തിലാണ് സഹോദരനൊപ്പം വീട്ടുമുറ്റത്ത് കളിക്കായിരുന്ന 5 വയസ്സുകാരിയായ അസ്നയുടെ നേർക്ക് ബോംബ് വന്നു വീണത്. ബോംബേറിൽ ഗുരുതര പരിക്കേറ്റ അസ്നയുടെ വലതുകാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. ജില്ലയിൽ 1/4 നൂറ്റാണ്ടിനിടെ 10 പേരാണ് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. 100ഓളം പേർക്ക് പരിക്കുമേറ്റു. 3 വർഷത്തിനിടെ 10 ഇടത്താണ് ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായത്. 4 പേർ കൊല്ലപ്പെട്ട് 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു.